അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് ഫോറം മാൾ എന്ന് പറഞ്ഞൊരു മാളിൽ നിന്നാണ്. അപ്പോൾ അവൈറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരെ രാവിലെ തന്നെ അവിടേക്ക് വിട്ടു. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ ബലൂണും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. അടിപൊളി കാഴ്ചയിലാണ് തുടക്കം. അങ്ങനെ ഞാൻ കുറച്ച് നേരം മുകളിലൊക്കെ കറങ്ങി തിരിഞ്ഞ് മെല്ലനെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ നല്ല കാലാവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു ഫുഡും വാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്ന്. അപ്പം ഞാൻ പണ്ടത്തെ പോലെ ഇപ്പോഴും മക്ഡി തന്നെയാണ് വാങ്ങിയേക്കുന്നത്. അപ്പോൾ ഈ വട്ടം ഞാൻ കിഡ്സ് മീൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ കിഡ്സ് മീൽസ് എങ്ങനെയാണെന്ന് അറിയാൻ. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്ത് ടോയ്സാണ്. ഞാൻ ഇതേവരെ കിഡ്സ് മീൽ കഴിച്ചിട്ടില്ല എവിടുന്നും. അപ്പോൾ ഒരു കൗതുകം. അപ്പം ഞാൻ മെല്ലനെ കിഡ്സിന് വാങ്ങി പുറത്തങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ പിള്ളേരുടെ ടോയ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എപ്പോഴെന്താ ഈ മക്ഡി തന്നെ കഴിക്കുന്നത്. ഞാനൊരു ബഡ്ജറ്റ് ട്രിപ്പിലാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പം ഡെയിലി ഇത്ര ചിലവ് എന്നുള്ളൊരു കണക്കുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ ഒതുക്കണമെങ്കിൽ നമുക്ക് ചെറിയ ഈ ഫാസ്റ്റ് ഫുഡ് തന്നെ ശരണം, അല്ലെങ്കിൽ നല്ല ചിലവാകും. അത്യാവശ്യം ഫുഡ് നല്ല റെസ്റ്റോറൻറ്റ് കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ മക്ഡി ആണെങ്കിൽ ഒരു നേരത്തെ ആഹാരം ചിലപ്പം 5 യൂറോ അല്ലെങ്കിൽ 8 യൂറോനൊക്കെ കഴിയും. ഇപ്പം 5 യൂറോ എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 450 രൂപ വരും. അപ്പം ഒരു ബർഗർ ഒരു നേരത്തെ ഇതങ്ങ് കഴിയും. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 20-25 യൂറോയിൽ എൻ്റെ അന്നത്തെ അന്നം മൊത്തം സെറ്റാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മക്ഡി കഴിക്കുന്നത്. അപ്പം ടോയ്സും കിട്ടി, മക്ഡിയും കഴിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് ഞാൻ പിന്നെയും നടക്കാനിറങ്ങി. അപ്പോൾ അടുത്ത് ഇങ്ങനത്തെ കുറേ പാലങ്ങൾ കണ്ടു, കുറേ ബ്രിഡ്ജസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കുറേ പേരിങ്ങനെ റിബണ് കെട്ടി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്നറിയാൻ അടുത്ത് നിന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഞാൻ കേട്ടിട്ടില്ലേ പാരീസിലൊക്കെ ഒരു ബ്രിഡ്ജിന് സൈഡായിട്ട് ആൾക്കാർ ലോക്ക് കൊണ്ട് ഇങ്ങനെ അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പേരൊക്കെ എഴുതി വെക്കുന്ന പോലെ, അതേപോലെ ഇവിടെ റിബണിൻ്റെ പുറത്ത് ആൾക്കാർ അവരുടെ ലവേഴ്സാണോ പാർട്ട്നേഴ്സാണോ എന്നറിയില്ല, അവരിങ്ങനെ അവരുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മെമ്മറീസ് പോലെ ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനെന്തായാലും ചെയ്തിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെ എഴുതിയിട്ട് എന്താ കാര്യം. അതുകൊണ്ട് സമയമാകുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് പേരെഴുതാം. അതുവരെ ഇങ്ങനെ പോട്ടെ. അപ്പം ആൾക്കാരുടെ പേര് കാണാം, നല്ല വെറൈറ്റി പേര്, യൂറോപ്യൻ നെയിംസാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ കുറേ തപ്പി നോക്കി ഇന്ത്യക്കാരുടെ പേരുണ്ടോയെന്ന്. ഇന്ത്യക്കാരുടെ പേരൊന്നും കണ്ടു കിട്ടിയില്ല തൽക്കാലം. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ ബ്രിഡ്ജൊക്കെ കണ്ട് പിന്നെയും നടക്കാനിറങ്ങി. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചു അടുത്തിപ്പോൾ എന്താ കാണാനുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു ഇവിടെ അടുത്തൊരു കപ്പലുണ്ട്. അപ്പോൾ ഒരു കപ്പലും ഇവരുടെ ഈ ദേശസ്നേഹത്തിൻ്റെ പ്രതീകം എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ്. അപ്പം ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നടക്കാം. എന്തായാലും വേറെ പണിയൊന്നും ഇല്ല, അപ്പം ചുമ്മാ നടക്കാം, അവിടെ പോവാം, എന്താണെന്നറിയാലോ. പിന്നെ ജൂൺ 10 കണ്ടായിരുന്നു ഇവരുടെ എന്തായിരുന്നു പോർച്ചുഗൽ ഡേ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയം തൊട്ട് ഇവിടെ ഭയങ്കര ആഘോഷമായിരിക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കപ്പലും. അപ്പോൾ ആൾക്കാരൊക്കെ കുറേ പേര് വരും പല സ്ഥലത്തു നിന്നായിട്ട് ഇവരുടെ ഈ ദേശസ്നേഹത്തിൻ്റെ പ്രതീകമായി ഇത് കാണാൻ. പണ്ടെങ്ങാണ്ടുള്ളൊരു കപ്പലാണിത്. പണ്ടപ്പോൾ യുദ്ധത്തിന് ഉപയോഗിച്ചായിരിക്കും. ഇവരുടെ നേവിയുടെ ഒരു പ്രതീകം എന്നുള്ള രീതിയിലാണ് അതിനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഒരു 1.5 കിലോമീറ്റർ എന്തായാലും നടക്കുന്നത് വർത്തായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഏകദേശം നമ്മൾ എത്തിപ്പോയി. ഇതാ ആ കാണുന്ന വെള്ള കൊടി കണ്ടോ? കൊടിയല്ല, ഒരു തുണി പോലെ എന്തോ കെട്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് കപ്പൽ. അപ്പോൾ ആൾക്കാരിങ്ങനെ പുറത്ത് ക്യൂ നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ കപ്പലിൻ്റെ അടുത്തെത്തി. ഇത് ആൾക്കാർ ക്യൂ ആണ് ഉള്ളിൽ കയറാൻ വേണ്ടി. എനിക്കെന്തായാലും ഉള്ളിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായില്ല. പുറത്തുനിന്ന് കാണാം.
ഉള്ളിൽ കയറിയിട്ട് ഇപ്പം എന്താ കാണാൻ, ഇനി പിന്നെ ഒരിക്കൽ കയറാം. അല്ലെങ്കിൽ തന്നെ ഒടുക്കത്തെ ക്യൂ ആണ്, ആൾക്കാർ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് അതിനുള്ളിൽ. അപ്പം ഞാൻ വെച്ച് പുറത്തുനിന്ന് കാഴ്ചകളൊക്കെ എടുത്ത് എന്താണെന്നറിയാം. അപ്പം അതിൻ്റെ പുറത്ത് എഴുതിയേക്കുന്നത് കാരവേല വേല ക്രൂസ് അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അത് കപ്പലിൻ്റെ പേരാന്ന് തോന്നുന്നു, പണ്ടപ്പോൾ ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒന്നാമത് ഇപ്പം പോർച്ചുഗൽ ഡേ ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇതൊക്കെ കാണാൻ വന്നേക്കുന്നത്. പിന്നെ ഇവരുടെ ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പം പോർച്ചുഗൽ അവരുടെ ഭാഷയെ സംസാരിക്കുള്ളൂ. പിന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് അവരുടെ ഹിസ്റ്ററി, പണ്ടുള്ള ആധിപത്യങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കിങ്ങനെ ദൂരെ നിന്ന് കാണാം ആൾക്കാരുടെ ഒരു ദേശസ്നേഹവും ആൾക്കാരുടെ ഇൻട്രസ്റ്റും. എനിക്കെന്തായാലും ഉള്ളിൽ കയറണം തോന്നിയില്ല. ഞാൻ പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാം എന്തായാലും. ഇത് ഇപ്പം അടുത്തുള്ളൊരു സ്തംഭം പോലത്തെ ഒരു സംഭവമാണ്. കായ്സ് ഡോ സാൽ, മൊത്തം പോർച്ചുഗീസ് ആയതുകൊണ്ട് ഒരു വക മനസ്സിലാവണില്ല. പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഒന്നുകിൽ ഇവരുടെ പേരായിരിക്കും, ഏതെങ്കിലും പഴയ ഏതെങ്കിലും രാജാക്കന്മാരുടെയോ അങ്ങനെ പേരായിരിക്കാം. പിന്നെ ഇത് കണ്ടോ, ഇതിപ്പം ഈ ഒരു ആങ്കർ പോലത്തെ സംഭവം ആൾക്കാർ ക്യൂ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി ഇതെന്താണെന്ന് വായിച്ചു നോക്കണമല്ലോ, എന്താ എഴുതിയേക്കുന്നതെന്ന്. നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ എഴുതിയേക്കുന്നതെന്ന്, കുറച്ചുകൂടി അടുത്തെത്തട്ടെ. അപ്പോൾ ഞാൻ അടുത്തെത്തി. ഇത് ഞാൻ സംഭവം ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദ ഹോംലാൻഡ് ഹോണേഴ്സ് ദാറ്റ് ദ ഹോംലാൻഡ് കണ്ടംപ്ലേറ്റ്സ് യു, അതായത് ജന്മഭൂമി നിങ്ങളെ സ്മരിക്കുന്നു. കുഴപ്പമില്ല, സംഭവം അടിപൊളി തന്നെ. അങ്ങനെ ഞാൻ തിരിച്ച് നടന്നു. അപ്പം നടന്നു വരുന്ന സമയത്ത് കുറേ പേര് ഇങ്ങനെ കൂടി നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം അടുത്ത് പോയിരുന്നു എന്തായി സംഭവം എന്നറിയാൻ. അപ്പം ഇത് സ്ട്രീറ്റായിട്ട് തെരുവ് നാടകമാണോ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു 4 പെൺകുട്ടികളുണ്ട്, അവരിങ്ങനെ എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നുണ്ട്. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, പിന്നെയും എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ടു എന്താ സംഭവം എന്നറിയാൻ. അപ്പം ഒരു കുട്ടി ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറയാമല്ലോ, ഞാനൊരു 15 മിനിറ്റ് 20 മിനിറ്റ് അവിടെ ഇങ്ങനെ നിന്നു എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്കാരിടയ്ക്കിടെ കൈയടിക്കുന്നുണ്ട്. എനിക്ക് മാത്രമാണോ അറിയില്ല, എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. ഞാൻ പിന്നെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഞാനും കുറച്ച് നേരം കൈയടിച്ചു കൊടുത്തു. ഒരു സന്തോഷം, എൻ്റെ ഒരു സന്തോഷം. അങ്ങനെ ഞാൻ പിന്നെയും നടന്ന് പോവുകയാണ്. അപ്പം അടുത്തൊരു പ്രതിമയുണ്ടെന്ന് കണ്ടു നെറ്റിൽ നോക്കിയപ്പം. അപ്പം ഒരു പഴയൊരു പോർച്ചുഗീസ് പൊളിറ്റീഷ്യൻ്റെ പ്രതിമയാണെന്നാണ് അത് കണ്ടത്. അപ്പോൾ ഞാൻ വെച്ചു അതും കൂടി ഒന്ന് കണ്ടേക്കാം, എന്താണെന്ന് അറിയാമല്ലോ സംഭവം. അങ്ങനെ ഞാൻ അത് കാണാൻ വേണ്ടിയുള്ളൊരു നടത്താണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഇത് കണ്ടോ, റോഡായാലും സ്ട്രീറ്റ്സ് ആയാലും മൊത്തം ഡിഫറെൻ്റാണ്, കംപ്ലീറ്റ് ഡിഫറെൻ്റ്. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ കാണാൻ തന്നെ. അങ്ങനെ ഞാൻ പ്രതിമയുടെ അടുത്തെത്തി. പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നാമത് വായിച്ചാൽ മനസ്സിലാവണില്ല ഇവരുടെ. അപ്പം മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്താ എഴുതിയേക്കുന്നതെന്ന്. പിന്നെ ഇവിടെ ഇംഗ്ലീഷ് ബോർഡുകളും കുറവാണ്, അപ്പോൾ ഉള്ളതൊക്കെ പോർച്ചുഗീസ് തന്നെ. അപ്പം ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു ലാംഗ്വേജ് ഒന്ന് മനസ്സിലാക്കാൻ. ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ പോലും ഇത് ഓരോ സെക്കൻഡിലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം. അപ്പം ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പഴയ പൊളിറ്റീഷ്യനാണ്. ഇത് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന പൊളിറ്റീഷ്യൻ. അപ്പോൾ അങ്ങയുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയൊരു പ്രതിമയാണ്. അപ്പോൾ ഇങ്ങയുടെ പേര് എന്ന് പറയുന്നത് ഹോസെ എസ്താവോ അങ്ങനെ എന്തോ ആണ്, ഹോസെ എസ്താവോ. പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോന്നൊന്നും അറിയില്ല. എന്തായാലും ഇവിടുത്തെ ഒരു വലിയ പുള്ളിയാണ് ഇങ്ങയുടെ ഓർമ്മയ്ക്ക് വേണ്ടി
ഇവർ ഉണ്ടാക്കിയൊരു സംഭവമാണിത്. പിന്നെ അതിന് തൊട്ട് മുന്നിലുള്ളൊരു കൊട്ടാരം പോലത്തെ ഒരു സംഭവമാണ്. എനിക്ക് മനസ്സിലായില്ല, ഇത് നെറ്റിൽ നോക്കിയിട്ടും എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. ഇത് എന്താ, ബിൽഡിങ്ങിൻ്റെ പേരെന്താ, ഇത് വല്ല ഇനി പാർലമെൻ്ററി മന്ദിരം വല്ലതും ആണോ, ഐഡിയ കിട്ടിയില്ല എന്തായാലും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മെല്ലനെ അവിടെ നിന്ന് ഇറങ്ങി സ്ട്രീറ്റ് വഴി നടക്കാൻ ഇറങ്ങി. അപ്പം ഒന്നാമത് ഇവിടുത്തെ സ്ട്രീറ്റ് തന്നെ നല്ലൊരു ശാന്തമായൊരു അന്തരീക്ഷമാണ്. ചുമ്മാ നടക്കാൻ തന്നെ അടിപൊളിയാണ്. അപ്പം ഭയങ്കര പീസ്ഫുള്ളാണ് ഒന്നാമത് പറയുകയാണെങ്കിൽ. പിന്നെ ആൾക്കാരും വളരെ കുറവാണ്. ഇത്തരം ഉള്ളോട്ട് സ്ട്രീറ്റ് ആണെങ്കിൽ ടൗണിലേക്ക് പോകുമ്പം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്, അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട്. അപ്പം കുറച്ച് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ നല്ല എന്താ പറയണ്ടേ, നല്ല ബിൽഡിങ്സിൻ്റെ ഇടയിൽ കൂടെ യാത്ര ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, ആകാംക്ഷ എന്താണെന്നറിയാൻ. പിന്നെ ആൾക്കാരിതേ ചുറ്റിലും വരഞ്ഞിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഒരു പഴയതും പുതിയതുമായൊരു അന്തരീക്ഷം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, ഞാൻ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങാണ്, മഞ്ഞ കളറിൽ മൊത്തം. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തോ വീടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഈ ബോർഡ് നോക്കിയാലൊന്നും മനസ്സിലാവില്ല. ട്രാൻസ്ലേറ്റ് ചെയ്താലും ഇത് എന്താണെന്ന് പലപ്പോഴും മനസ്സിലാവില്ല ട്രാൻസ്ലേറ്ററിൽ. കുഴപ്പമില്ല. അങ്ങനെ ഞാൻ നടന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലെത്തി. നോക്കും പോർച്ചുഗലിൻ്റെ ഫ്ലാഗ് കാണാം. അപ്പം എനിക്ക് മനസ്സിലായത് പഴയ എന്തോ ഒരു മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കി ഇവിടെയൊക്കെ ബോർഡ് വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ കാണുന്നത് പബ്ലിക് മിനിസ്റ്റീരിയോ ഫിസ്ക്കൽ അങ്ങനെ എന്തോ ആണ്. സത്യം പറയാമല്ലോ, എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല ഇതെന്താ സംഭവം. ഒന്നാമത് പോർച്ചുഗലിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹിസ്റ്ററി ഉണ്ട്. പഴയ കാലത്തുള്ള ഈ ഒരു പഴയ കോളനികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ ഹിസ്റ്ററി ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം ഇവരുടെ ഓരോ മുക്കിലും മൂലയിലും ഓരോ ആൾക്കാരുടെ പ്രതിമ, പിന്നെ അവരുടെ കുറേ ഡീറ്റെയിൽസ്, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചരിത്രം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ ഒരുപാടുണ്ടാവും. പക്ഷേ ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത്തിരി പാടുപെടും. പിന്നെ എനിക്ക് ഇത് തോന്നിയത് എന്തോ അണ്ടർഗ്രൗണ്ട് സംഭവമാണെന്ന് തോന്നുന്നു. പഴയ യുദ്ധത്തിൻ്റെ സമയത്ത് അങ്ങനെയുള്ളതാണോ എന്നറിയില്ല. മൊത്തത്തിൽ ഒരു യുദ്ധമായ. പിന്നൊരു സ്റ്റാച്ചു കൂടെ കണ്ടു. ഇത് ഗുസ്താവോ ഫെരേറ പിൻഡോ ബാസ്റ്റോ, പഴയ മുനിസിപ്പൽ ചെയർമാനാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് മെല്ലനെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം പോകുന്ന വഴിക്ക് ഈ കണ്ടത് എനിക്ക് മനസ്സിലായി, ഇതെന്തോ ബാങ്കാണ് ഇപ്പോഴുള്ള. അപ്പോൾ പഴയ ഒരു ബിൽഡിങ്ങിൽ ഇപ്പോൾ പുതിയൊരു ബാങ്ക്. അങ്ങനെ ഇപ്പോൾ കണ്ടോ ഈ ഒരു നീല ബിൽഡിങ് കണ്ടോ, ഇതുപോലെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. അപ്പം ഞാനിതിൻ്റെ അടുത്ത് ചെന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു എന്താ സംഭവം എന്നറിയാൻ. കാരണം ഇത് നമ്മുടെ സാധാരണ പെയിൻ്റ് അല്ല, ഇത് മാർബിളാണെന്ന് തോന്നുന്നു. മാർബിളാണോ അതിൽ കാർബണേറ്റാണോ എന്നറിയില്ല. ഇങ്ങനെ എല്ലാ കെട്ടിടങ്ങൾക്കും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അപ്പം ഞാൻ നേരെ തിരിച്ചിനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പം ഞാനിത് ചോദിച്ചു ഇങ്ങനെ അടുത്തുള്ള ഒരാളോട്, ഇതെന്താ സംഭവമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു മ്യൂസിയമാണ്. അപ്പോൾ പഴയൊരു കെട്ടിടമാണ്, അതിനിപ്പം മ്യൂസിയം പോലെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എനിക്ക് വേറെ സൈൻസ് ഒന്നും കണ്ടില്ല. അപ്പം എന്താണെന്നറിയാൻ, അപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ ഇവൻ ഇത് എന്താണെന്ന് പറയുന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, എനിക്കിത് മനസ്സിലാവണില്ല. കാരണം ഇവിടെ ബോർഡ് ഉള്ളതാണെങ്കിൽ പോർച്ചുഗീസിൽ, പിന്നെ ചിലതിനാണ് ബോർഡ് ഇല്ല. മനസ്സിലാക്കാനും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് പഴയ യുദ്ധത്തിൻ്റെ സമയത്തുള്ള മറ്റേ ഒളിപ്പോയിനുള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ മെല്ലെ തിരിച്ചിനിയിപ്പം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു.
അപ്പം ഇന്ന് ഒരുപാട് തെണ്ടി തിരിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ എങ്ങനെയാണ് പുറത്തുനിന്ന് കാണുന്നതെന്ന് കാണിച്ചതാണ്. ആ റോസ് ബിൽഡിംഗ് ഉണ്ടോ, അപ്പോൾ അതാണ് എൻ്റെ വീട് എന്നല്ല, ഈ യാത്രയിലുള്ള അക്കോമഡേഷൻ. അപ്പം എനിക്കും കിട്ടി നല്ലൊരു കിടിലൻ ആർക്കിയോളജിക്കൽ വീട്. അപ്പോൾ ഞാൻ അടുത്തെത്തിയിട്ട് കാണിച്ചു തരാം ഇത് എങ്ങനെയുണ്ട്. അപ്പം മെല്ലനെ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചയായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിച്ചില്ലാന്ന് തോന്നുന്നു. പിന്നെ നിങ്ങളെ വിചാരിക്കേണ്ട ഇത് എന്താ ഇവൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തതെന്ന്. കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കും വലിയ ഐഡിയ ഉണ്ടായില്ല. അപ്പം അടുത്ത വട്ടം നമുക്ക് കുറച്ചും കൂടി റിസർച്ച് ചെയ്തിട്ട് സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ, സീ യു.